വളരെ വിഷമത്തോടെ വില്യം ആഗ്നസിനോട് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറയുന്നു. എന്നാൽ ഉടൻ തന്നെ ആളുകൾ ബഹളം വെക്കുന്നത് ഇരുവരും കേൾക്കുന്നു. സമരമുണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റ് 2 ഫുഡ് ട്രക്കുകൾ ഗ്രാമത്തിലേക്ക് അയച്ചു. അതിനാലാണ് എല്ലാവരും ശബ്ദമുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആഗ്നസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി അവരുടെ സേവിങ്സിൽ വെച്ചിരിക്കുന്ന പണമെടുത്ത് വില്യത്തിന് നൽകുന്നു. ഉടൻ തന്നെ ട്രൈവലിന്റെ സൈക്കിളുമായി പോയി പറ്റാവുന്നത്രയും ഭക്ഷണം വാങ്ങാൻ ആഗ്നസ് പറയുന്നു. പെട്ടെന്ന് തന്നെ വില്യം സാധനങ്ങൾ വിൽക്കുന്ന ഗോഡൌണിലേക്ക് എത്തുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് വില്യം ഗോഡൌണിനുള്ളിലേക്ക് കയറി സാധനങ്ങൾ വാങ്ങുന്നു. എന്നാൽ ഇതേ സമയം ആണുങ്ങളാരും വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ വില്യത്തിന്റെ വീട് കയറി മോഷ്ടിക്കുകയും അവരുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന ആകെയുള്ള ഭക്ഷണ വിഭവങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. മറിച്ച് ഗോഡൌണിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച വില്യത്തിന് പുറത്ത് സമരം നടക്കുന്നത് കൊണ്ടും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് കൊണ്ടും പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്നില്ല. വില്യം ഗോഡൌണിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്നത് കണ്ടതുകൊണ്ട് അതുവഴി പുറത്തേക്കിറങ്ങുന്നു. വീട്ടിലെത്തിയ വില്യം ധാന്യങ്ങൾ ആഗ്നസിന് നൽകുന്നു. അപ്പോഴേക്കും ട്രൈവലും മടങ്ങി വന്നിരുന്നു. നടന്ന ദാരുണമായ സംഭവങ്ങൾ ട്രൈവൽ തിരിച്ചറിയുന്നു. കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് അടുത്ത മഴക്കാലം വരെ തള്ളി നീക്കുക അത്ര എളുപ്പമല്ല. അവർക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ട്രൈവൽ ദുഃഖത്തോടെ വീട്ടുകാരോട് പറയുന്നു. എന്നാൽ ട്രൈവലിനോട് ദേഷ്യം തോന്നിയ ആനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഗ്രാമമെമ്പാടും വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നു. ട്രൈവലാകട്ടെ തന്റെ കൃഷിഭൂമിയിൽ ഭക്ഷണത്തിനായി മരിച്ചു പണിയെടുക്കുന്നു. താങ്കൾക്ക് കൃഷി ചെയ്ത വിളവ് കൊണ്ടല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന അവസ്ഥയിൽ വില്യം ചേച്ചിയായ ആനിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. ആനിയും മൈക്കും പ്രണയത്തിലാണെന്ന് തനിക്കറിയാമെന്നും മൈക്കിന്റെ സൈക്കിളിൽ ഒരു ഡൈനാമോ ഉണ്ട്, അത് കിട്ടിയാൽ തനിക്ക് അതുകൊണ്ടൊരു വിൻമിൽ ഉണ്ടാക്കി അതിലെ കറണ്ട് ഉപയോഗിച്ച് ഗ്രാമത്തിലെ കേടായ മോട്ടോർ ശരിയാക്കി നാടിന്റെ പട്ടിണി മാറ്റാൻ സാധിക്കുമെന്നും വില്യം പറയുന്നു. പിറ്റേന്ന് വിറകുമായി വില്യം വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീട്ടുമുറ്റത്ത് അച്ഛനും അമ്മയും വിഷമിച്ചു നിൽക്കുന്നത് വില്യം കാണുന്നു. അമ്മയുടെ കയ്യിൽ ഒരു ലെറ്ററുമുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ആനി മൈക്കിനോടൊപ്പം ഒളിച്ചോടി പോയിരിക്കുന്നു. ആഗ്നസും ട്രൈവലും വീട്ടുമുറ്റത്ത് നിന്ന് പൊട്ടിക്കരയുന്നു. ഡൈനാമോ കിട്ടുമെന്ന പ്രതീക്ഷ ഇല്ലാതായതായിരുന്നു വില്യത്തെ കൂടുതൽ വേദനിപ്പിച്ചത്. പക്ഷെ വീടിനകത്ത് കയറി ആനിയുടെ മുറിയിലേക്ക് എത്തിയ വില്യം മേശപ്പുറത്ത് ഒരു ഡൈനാമോ ഇരിക്കുന്നത് കാണുന്നു. വില്യത്തിന്റെ മുഖത്ത് ഒരു തെളിച്ചമൊക്കെ വരുന്നു. ഉടൻ തന്നെ 3 പേരും ചേർന്ന് ആനി അന്വേഷിക്കാനായി പോകുന്നു. അവർ വില്യത്തിന്റെ സ്കൂളിലേക്ക് മൈക്കിനെ പറ്റി അന്വേഷിക്കാനായി പോകുന്നു. പ്രിൻസിപ്പലിനോട് കാര്യം പറഞ്ഞ് മൈക്കിനെ പറ്റി ചോദിക്കുന്നു. എന്നാൽ മൈക്കിനെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും നിങ്ങളുടെ വീട്ടിലുണ്ടായ സംഭവത്തിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും പ്രിൻസിപ്പൽ പറയുന്നു. കുട്ടികൾ ഇല്ലാത്തതിനാൽ ഈ സ്കൂൾ ഉടനെ അവസാനിപ്പിക്കുമെന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഇത് കേട്ടതും തനിക്ക് ലൈബ്രറിയിൽ കയറാൻ ഒരു അവസരം തരാമോ എന്ന് വില്യം ചോദിക്കുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും താനൊരു വിൻമിൽ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നുണ്ടെന്നും അതിനായി പഠിക്കുവാൻ വേണ്ടിയാണ് ലൈബ്രറിയിൽ കയറുന്നതെന്നും വില്യം പറയുന്നു. ഇത് കേട്ടതും പ്രിൻസിപ്പൽ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുന്നു. ലൈബ്രറിയിൽ എത്തിയ വില്യം ഇലക്ട്രിസിറ്റിയെ പറ്റിയും വിൻമില്ലിനെ പറ്റിയുമെല്ലാം കൂടുതൽ പഠിക്കാനായി തുടങ്ങി. വൈകാതെ അവൻ കൂട്ടുകാരോട് തന്റെ ഐഡിയ പങ്കുവെക്കുന്നു. കൂട്ടുകാരും ഒത്തുചേർന്ന് ഒരു പ്ലാൻ വില്യം ഉണ്ടാക്കുന്നു.